ഹായ് ഗൈസ്, അപ്പം ഇന്ന് ഞാൻ നാട്ടിലാണുള്ളത്. അനിയത്തി കൊണ്ട് കൂടെ ഞങ്ങൾ കുറച്ച് ലിപ് കോമ്പോസ് ട്രൈ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ലിപ്സ്റ്റിക്സ്, അതായത് എനിക്കും അവൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഞങ്ങൾ ഇട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം, പരിചയപ്പെടുത്താം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. ശരി. അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഉണ്ട്, ഞങ്ങളുടെ ഫേവറേറ്റ് ഉള്ള ഷെയ്ഡ്സ് ആണ്. നല്ല നല്ല ഷെയ്ഡ്സ് എടുക്കുമ്പോൾ ഒരു വാട്ട ലിപ്സ്റ്റിക് അതേ ലൈറ്റ് ചെയ്യാൻ മാത്രം യൂസ് ചെയ്തതാ. അപ്പോൾ ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബോൾ നൈക്കയുടെ ഷെയ്ഡ് നമ്പർ 18 ചായയാണ് ഇടാൻ നോക്കുന്നത്. ഞാൻ എവിടെ പോകുമ്പോഴും ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്, ഇപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് എവിടെയെങ്കിലും റെഡിയായി പോകാനൊക്കെ നല്ല മൈൽഡാണ്, അധികം ചുണ്ടിലിങ്ങനെ ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം, അതാണ് എനിക്കിഷ്ടം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അത് നീ ട്രൈ ചെയ്യണം, ഞാൻ ട്രൈ ചെയ്യാം. ആദ്യം നീ ട്രൈ ചെയ്യും. ദിസ് ഈസ് മൈ അനിയത്തി, ഹർ നെയിം ഈസ് അനാമിക, സ്റ്റഡിങ് അറ്റ് ദേവഗിരി. ഓക്കെ, സെൻസേഴ്സ് പഠിപ്പിച്ച ടൈപ്പ് എന്ത് ചെയ്യാനാ, നമ്മളെ പോലെ സപ്ലൈ വരുന്നതായിരിക്കും. ലിപ്സ്റ്റിക് ഇടാൻ പോലെ ഇരിക്കാറില്ലേ, കൈവർക്കിന് ലിപ്സ്റ്റിക് ഇടാൻ പോലും അറിയില്ല. ഇനി നല്ല ഷെയ്ഡല്ലേ, ഒരു ഇട്ടിനോ ഇട്ടിട്ടില്ല, ഇച്ചിരി ഒരു ടിൻറ്റും കിട്ടും. മാഷോട്ടായോ? ഇല്ല, മാഷോട്ടൊന്നും ആയിട്ടില്ല. ചില സമയത്ത് ഞാൻ ബ്രൗൺ ലിപ്സ്റ്റിക്കിൻ്റെ ഫാനാണ്. എനിക്ക് ബ്രൗൺ അധികം ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് അടുത്ത ഷെയ്ഡ് ട്രൈ ചെയ്യാം. തുടക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നൈക്കയുടെ ലാക്മേയുടെ അല്ല, ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ മണ്ടേ മുക്ക. ഇത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചത്, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ വീഡിയോനകത്ത് ഞാൻ വലിയ ഒന്നും പറയുന്നില്ല, പക്ഷേ പിന്നെ എനിക്ക് ഡെയിലി യൂസ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായി. ഇത് ലൈൻ ചെയ്തിട്ടുള്ള സാധനം, ലൈൻ ചെയ്തിട്ട് ഇടാം. അല്ലാണ്ട് ന്യൂഡായി വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചത് ഈ ആ ലൈൻ ട്രൈ ചെയ്യുന്ന ഞാൻ എൻ്റെ ഫ്രണ്ട് ലിപ്സ്റ്റിക് ചുണ്ടവിടെ പക്ഷെ ഇതിങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഇരിക്കും, പക്ഷേ ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഷെയ്ഡ് കിട്ടും. ഫോർ ഡസ്കി സ്കിൻ ബ്ലെൻഡ് ആക്കും. ലൈനർ കൂടി ലൈനി കൈവറില്ലാത്തതായിട്ട് കുഴപ്പമില്ല. വാഷ് ഔട്ട് ആവുന്നുണ്ട് നിനക്ക്. പോരാല്ലേ, ഒക്കെ വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. റെഡ് കളർ ചെയ്തിട്ട് എങ്ങനെയുണ്ട് സ്റ്റൈല്? ലിപ് ലൈൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ എനിക്കിഷ്ടമാണ്, ഞാനിടും. നോർമലി നമുക്കിപ്പോൾ ചുണ്ടിങ്ങനെ മിക്സ് ചെയ്തിട്ട് രസമായിരിക്കും, പക്ഷെ ചുണ്ടിങ്ങനെ എടുത്ത് വെക്കും. ഇട്ട് ഇങ്ങനെ ലൈൻ ചെയ്തൊക്കെ കിട്ടുമ്പോഴത്തേക്കും ചുണ്ടിലേക്ക് നമുക്ക് ശ്രദ്ധ പോകും. ഉണ്ട്, അതാണ് ഈ ഷെയ്ഡ്. അപ്പോൾ അടുത്ത ഷെയ്ഡോട്ട് പോകും. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഫേവറേറ്റ്. പൊട്ടണം, ഇത് ഭയങ്കര ഹാർഡാണ്, ലൈറ്റ് വെയിറ്റ് അല്ല, ബട്ട് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. നല്ല ട്രാൻസ്ഫർ പ്രൂഫാണ്, പ്രൂഫല്ല ഇതാ. നോടെ ഇതിടുമ്പോൾ ഭയങ്കര ഓഫ് ഇട്ടാകുന്നുണ്ട്. ഈ ലിപ് ലൈനർ ഇടുമ്പോൾ വെച്ചേ കൊള്ളില്ല. ചുണ്ട് ഇവിടെ ഉണ്ട്, ട്രാൻസ്ഫർ ആകുന്നുണ്ടോ നോക്ക്. ഇല്ല, നീ എന്തെങ്കിലും ഇട്ടിനാ ഗ്ലോസ് ആറ്റോ? ഇല്ല, രണ്ടുപേർക്കും ഒരാൾക്ക് ട്രാൻസ്ഫർ ആകുന്നുണ്ട്, ഒരാൾക്ക് ട്രാൻസ്ഫർ ആകുന്നു. ശരിക്കും ചുണ്ട് കാണുമ്പോൾ ഞാൻ അടുത്ത ഷെയ്ഡ് ഇട്ടേ. അടുത്ത ഷെയ്ഡാണ്. അടുത്ത ഇവളുടെ പേഴ്സണൽ ഫേവറേറ്റ് അല്ല, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഇട്ടിച്ചു പോകാൻ പറ്റും. യെസ്, കഷ്ടപ്പെടണ്ട. അതെ, ഇത് മാർസിന്റെ ബോളിവുഡ് സർപ്രൈസ് എന്ന് പറഞ്ഞ ഞാൻ ട്രൈ ചെയ്യണ്ടേ? ഓക്കെ, ഞാൻ ആക്ച്വലി ലൈനർ വെച്ചിട്ടാണ് ടച്ച് ചെയ്തത്.
എന്തോ നശിപ്പിച്ചു. എന്നെ ആട്ടരുത്. എങ്ങനെയുണ്ട്? എന്തെങ്കിലും നശിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യല്. വാഷ് ഔട്ട് എൻ്റെ സ്കിന്നിന് ചേരുന്നേ ഇല്ല ഗൈസ്. ഇവക്ക് കൊള്ളാം, നിനക്ക് കൊള്ളാം മോളെ. ലൈനർ വെക്കട്ടെ. അല്ലേ ഞാൻ മേടിച്ചേ. അതും കൂടി നല്ല ഭംഗിയായി. ഗത്തിറുക്കടാ. കണ്ടോളെ, ഞാനിടത്തെ കണ്ടോളെ. ഇല്ല, രസമുണ്ട്. എനിക്ക് കുറച്ചും കൂടി ബ്രൗൺ ചെയ്താൽ. നിനക്ക് ബ്രൗൺ ചെയ്യുന്നുണ്ടോ? എനിക്ക് ബ്രൗൺ ചെയ്യുന്നുണ്ടോ? ബ്രൗൺ ലിപ് കോംബോ ഫാൻസ് ഉണ്ടെങ്കിൽ അസംബിൾ ഓൺ ദി കമന്റ് ബോക്സ്. എനിക്കെന്തായാലും ബ്രൗൺ ലിപ്പ് ഞാൻ ഫാനല്ല. അടുത്തോട്ട് നോക്കട്ടെ. പക്ഷെ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. ഞാൻ പറയണല്ല. ആർക്ക് ശരിയാണ് ഇപ്പം തന്നെ കയ്യിലോട്ട് വന്നു. അപ്പോൾ ഇതൊന്നും ഇടിച്ചാലും ഉമ്മൻ വെക്കാൻ ആദ്യം ഞാൻ പറഞ്ഞേക്കാം. നെക്സ്റ്റ് അഞ്ജുഷിന്റെ ഫേവറേറ്റ് ആണ്. ഇപ്പോഴത്തെ റീസെന്റ് ഫേവറേറ്റ് ആയില്ല, പ്രൈവറ്റ് എന്നൊക്കെ വരത്തോളൂ പണ്ടാരോ. അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എപ്പോ കിട്ടാ അതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞേ. ഇതാണ് എൻ്റെ കളറേ. ഒന്നിടില്ല. എനിക്കാണെങ്കിൽ റൈറ്റ് കളേഴ്സ് ആണ് ഒക്കെ ചേരുന്നത്. ഡാർക്കാണെങ്കിൽ ചേരില്ല. എടുത്ത് നിൽക്കണേ. ഇങ്ങനത്തെ ഒരു ഫേസ് ഇങ്ങനെ അട്രാക്ഷൻ ഫീൽ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. സോഫ്റ്റ് ഗൈസ് മസ്റ്റ് ട്രൈ ആണ്. അതായത് മേക്കപ്പ് ഒന്നും ഇടാണ്ട് പോകുന്ന ഇത് മാത്രം ഇട്ടാൽ മതി. ഐ തിങ്ക് ഞാനൊന്ന് ഫ്ലവേഴ്സ് പോയില്ലേ, അല്ല മഴ ഒരു സാധനം ഞാൻ മുഖത്തിട്ടില്ല. ഒരു ജസ്റ്റ് ഒരു ടോണർ പോയിട്ടില്ല, ലിപ്സ്റ്റിക് മാത്രം ഇട്ടില്ല. പക്ഷേ ഭയങ്കര എൻ്റെ ഒരു ഭയങ്കര ഒരു മറ്റേ ഡ്രാക്കുള ഫോണെ പറ്റിയായിരുന്നു. അത് ഇഷ്ടപ്പെട്ടു. രസമില്ലേ ഗൈസ്? ഒക്കെ കമന്റ് ചെയ്യണേ ഇങ്ങോട്ട്. ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. അത് ഇട്ടാൽ തന്നെ മനസ്സിലായി. എൻ്റെ കയ്യിൽ ഞാൻ പക്ഷേ എന്തെങ്കിലും ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചുണ്ടി ചോട്ട് ചെയ്താലും ഉണ്ടാവില്ല. പിന്നെ വാഷ് ഔട്ട് ചെയ്തോ, അല്ല വാഷ് ഔട്ട് എന്ന് പറയുന്നത് പിന്നെ പോയി കളഞ്ഞോലെ. വായിക്കാൻ പോകുന്നില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഓക്കെ, മെബിലൈൻ്റെ ന്യൂഡ് ന്യൂവൻസ് ലിപ്പ് ലൈൻ ചെയ്തിടണം, ഇല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്യും. മാർസിന്റെ എഡ്ജ് ഓഫ് ഡിസൈറിൽ വരുന്ന ബ്ലഡ് ബാത്തും പിന്നെ സ്കാൻഡലസ് ബ്രൗൺ ഉണ്ട്. അപ്പോൾ എന്തെല്ലോ പറയുന്നവർക്ക് തിരിഞ്ഞില്ല. ഇപ്പോഴത്തെ ഓരോ ജെൻസി പിള്ളേരുടെ ഒരു എക്സ്ക്യൂസ് മീ. ബട്ട് ഈ ലിപ് ലൈനർ ചേരുന്നില്ല. സോ ഇതാണ് ലാസ്റ്റത്തെ ഷെയ്ഡ്. ഞങ്ങൾ ഇച്ചിരി ഗ്ലോസും കൂടി വരത്തേച്ചു. വ്യത്യാസം നോക്കിയേ. ഞാനത് റെഡ് കളർ ഇട്ടിട്ടാ, ബ്രൗൺ ഇട്ടു. ഏതിനു ന്യൂഡ് ന്യൂവൻസ് വേണം. ഇതും ഒരു സോഫ്റ്റ് ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഭയങ്കര. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് കോമ്പോസ് ആണ്. എനിക്ക് ഒരൊറ്റ കോമ്പോയേ ഉള്ളൂ, അതിപ്പോൾ ഇട്ട മറ്റേ അത് വെച്ച് ഞാൻ ജീവിച്ചു പോവാണ്. എനിക്ക് ഇത്രയും കോമ്പോസ് ഉണ്ട്. അത് ഓരോരോ ഡ്രസ്സും ഓരോരോ ഒക്കേഷനൊക്കെ അനുസരിച്ച് ഇത് അരിചേച്ചിയുടെ കോമ്പോ. ഇത് കോമ്പോസ്. അതല്ലാണ്ട് വേറെ ഷെയ്ഡ്സ് ഉണ്ട്, പക്ഷെ അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇതാണ് മോസ്റ്റ്ലി ഇടുന്നത്. എന്നുണ്ടോ? ഇനിയുണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. എൻ്റെ അമ്മനെ ചവിട്ടും. ബൈ.